ഗാമോപെറ്റാലയിലെ ലാസ്റ്റ് ഫാമിലിയാണ് ലാബിയേറ്റെ ഓർ ലാമിയേസി. ലാബിയേറ്റെ എന്നുള്ളത് CEAയിൽ എൻഡ് ചെയ്യാത്തതുകൊണ്ട് നെയിം ചേഞ്ച് ചെയ്തതാണ് ലാമിയേസി എന്നായിട്ട്. മിൻറ്റിൻ്റെ തുളസിൻ്റെ ഒക്കെ ഫാമിലിയാണ് ലാമിയേസി എന്ന് പറഞ്ഞത്. സിസ്റ്റമാറ്റിക് പൊസിഷൻ ക്ലാസ് ഡൈക്കോട്ടിലിഡണയിൽ, സബ് ക്ലാസ് ഗാമോപെറ്റാലയിൽ, സീരീസ് ബൈകാർപ്പലേറ്റയിൽ, ഓർഡർ ലാമിയേൽസിലാണ് ഫാമിലി ലാമിയേസി വരുന്നത്. ഇതും ബൈകാർപ്പലേറ്റയിലാണ് വരുന്നത്. ബൈകാർപ്പലേറ്റയിൽ നമ്മൾ പഠിക്കുന്ന 5ാമത്തെ ഫാമിലിയാണിത്. സോ ഇതിനും 2 കാർപ്പൽസ് ആണ് ഉണ്ടായിരിക്കുക. കോമൺ ആൻഡ് ഇക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ആർ ഫസ്റ്റ് മെന്ത സ്പിക്കേറ്റ, ഗാർഡൻ മിൻറ്റ് ഓർ പൊതിന. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കുളിനറി ഹെർബ്. നമ്മളെ പൊതിനയാണ്. ദെൻ മെന്ത പൈപ്പറിറ്റ, പെപ്പർമിൻറ്റ്, ദറ്റ് ഈസ് ഹൈലി മെഡിസിനൽ. സോ 2 ടൈപ്പ് മിൻറ്റ് ഉണ്ട്. ഒന്ന് ഗാർഡൻ മിൻറ്റും ഒന്ന് പെപ്പർ മിൻറ്റും. ഒന്ന് മെന്ത സ്പിക്കേറ്റയും ഒന്ന് മെന്ത പൈപ്പറിറ്റയും. ദെൻ ല്യൂക്കാസാസ്പെര, തുമ്പ, നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്ലാന്റ് ആണ്. ഓസിമം സാങ്ക്ടം രാമതുളസി, ഓസിമം ബെസിലിക്കം കൃഷ്ണതുളസി, ഓസിമം ഗ്രാറ്റിസിമം എർജാൻ എന്നൊക്കെ പറയൂ കേട്ടോ. സാൽവിയ ഒഫിഷ്യനാലിസ് ഒരു ഗാർഡൻ പ്ലാന്റ് ആണ്. ഹിപ്റ്റിസ് സ്വാവിയോളൻസ് ഒരു വീടാണ്. വളരെ കോമൺ ആയിട്ട് നമ്മളുടെ തൊടിയിലൊക്കെ ഒരു സീസണിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഹിപ്റ്റിസ്. പോഗോസ്റ്റിമോൺ പാനിക്കുലേറ്റസ്, ഈ പ്ലാന്റും വളരെ കോമൺ ആണ്. അനൈസോമിലസ് ഇൻഡിക്ക, അനൈസോമിലസ് ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാന്റ് വൈറ്റ് കളർ ഫ്ലവർ ഉള്ളതും വയലറ്റ് കളർ ഫ്ലവർ ഉള്ളതും നമ്മളെ നാട്ടിലുണ്ട്. കോളിയസ് സ്പീഷീസ്. അപ്പോൾ ഇത്രയാണ് കോമൺ ആൻഡ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ 69 ജീനസുകളിലായിട്ട് 400ഓളം സ്പീഷീസുകളെയാണ് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡ് മെയിൻലി ഇൻ ഡ്രൈ ഏരിയാസ്. ഹാബിറ്റ് പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രാഗ്രൻറ്റ് ഹെർബ്സ്. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ടായിരിക്കും ലാമിയേസിയിലെ മെമ്പേഴ്സിന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസിമം, അതുപോലെ മിൻറ്റ്. ഇനിയിപ്പോൾ ഹിപ്റ്റിസ് ഒക്കെ ആണെങ്കിലും അത്ര നല്ലൊരു സ്മെല്ലില്ലെങ്കിൽ കൂടി ഒരു സ്മെല്ലുണ്ട്. ല്യൂക്കാസാസ്പെരക്ക് ഒക്കെ സ്മെല്ലുണ്ട്. സോ ഫ്രാഗ്രൻറ്റ് ഹെർബ്സ് ആണ്. ആൻഡ് ഹെർബ്സ് ആണ് ല്യൂക്കാസും ഒസിമും. അണ്ടർ ഷ്രബാണ് സാൽവിയ. ഷ്രബാണ് ഒസിമം ഗ്രാറ്റിസിമം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ എർജാൻ. അതുപോലെ ട്രീ മെമ്പേഴ്സും ഉണ്ട് ലൈക്കോസ്പെർമം. All parts of the plants are covered by glandular hairs which secretes volatile oil. നമ്മൾ ലാമിയേസിയിലെ ഏതൊരു മെമ്പറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സ്റ്റെമ്മിലും ലീഫിലൊക്കെ ഹെയർസ് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ പറഞ്ഞു ഫ്രാഗ്രൻറ്റ് ഹെർബ്സ് ആണ്. അതിന് കാരണം പ്രസൻസ് ഓഫ് വോളറ്റൈൽ ഓയിൽസ് ആണ്. സ്റ്റെം യൂഷ്വലി ക്വാഡ്രാങ്കുലാർ ആണ്. നമ്മൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹെയർസും ചെറുതായിട്ട് സ്റ്റെമ്മിൽ കാണാനുണ്ട്. സോ ക്വാഡ്രാങ്കുലാർ ആൻഡ് പ്യൂബസെന്റ് ആണ് സ്റ്റെമ്മ്. ലീഫ് നമ്മൾ ല്യൂക്കാസാസ്പെര വർക്കൗട്ട് ചെയ്തതാ, സിമ്പിളാണ്. പീറ്റിയോളേറ്റ് ആണ്, സ്റ്റിപ്യൂൾ ആബ്സെൻ്റ് ആണ്. ഓപ്പോസിറ്റ് എക്യുസേറ്റ് ആണ് ല്യൂക്കാസിൽ. ആൻഡ് വേൾഡ് ഫില്ലോടാക്സി ആണ് ഒസിമത്തിൽ. തുളസി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നോഡൽ റീജിയനിൽ ഒരുപാട് ലീവ്സ് കാണാൻ പറ്റും വിത്ത് എൻറ്റയർ ഓർ സെറേറ്റഡ് ഓർ പിന്നേറ്റിഫൈഡ് മാർജിൻ. Characteristic inflorescence of the family Lamiaceae verticillastera. നമ്മൾ ഇൻഫ്ലോറസൻസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു മിക്സഡ് ടൈപ്പ് ഓർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ ആണ്. ബട്ട് തൈറസസ് ഇൻ ഒസിമം. ഒസിമത്തിൽ തൈറസസ് ആണ് ഇൻഫ്ലോറസൻസ്. അതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ ആണ്. ദെൻ ഫ്ലവേഴ്സ് യൂഷ്വലി സൈഗോമോർഫിക് ആയിരിക്കും. സൈഗോമോർഫിക് ആവാൻ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ പഠിക്കും. ബട്ട് ആക്ടിനോമോർഫിക് ഇൻ മെന്ത. മെന്തയിൽ സൈഗോമോർഫിക് അല്ല ഫ്ലവേഴ്സ്. ദെൻ ഫ്ലവേഴ്സ് ബൈസെക്ഷുവൽ, പെഡിസെല്ലേറ്റ്, പെൻഡാമീറസ്, ഹൈപ്പോഗൈനസ് ആൻഡ് കംപ്ലീറ്റ്. കാലിക്സിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പെർസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. 5 സെപ്പൽസ്, പെർസിസ്റ്റൻ്റ് ആൻഡ് ഷോയിങ് വേരിയസ് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ. ഈസ്റ്റിവേഷൻ, വാൽവേറ്റ് ഓർ ഇംബ്രിഗേറ്റ്. ഗാമോ സെപ്പാലസ് ആണ്, അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റും ആണ്. 5 നോർമൽ കേസിൽ കാണാറ്. ഈസ്റ്റിവേഷൻ, വാൽവേറ്റ് ഓർ ഇംബ്രിഗേറ്റ് ആണ്. ചില സമയത്ത് കാലിക്സ് ബൈലേബിയേറ്റ് ആയിരിക്കും. നമ്മൾ എക്കാന്തേസീൻ്റെ
കൊറോള ബൈലേബിയേറ്റ് ആന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതുപോലെ ഇതിൻ്റെ കാലിക്സ് ചില സമയത്ത് ബൈലേബിയേറ്റ് ആയിരിക്കും. നമ്മൾ ല്യൂക്കാസ് വർക്കൗട്ട് ചെയ്തത് ആ പിക്ചറിലെ വൈറ്റ് കളേർഡ് പോർഷനാണ് അതിൻ്റെ കൊറോള. 5 പെറ്റൽസ് ആയിരുന്നു, ഗാമോപെറ്റാലസ് ആയിരുന്നു ആൻഡ് ഈസ്റ്റിവേഷൻ ഇംബ്രിക്കേറ്റും ആയിരുന്നു. ദെൻ കൊറോള സൈഗോമോർഫിക് ആയി. എന്തുകൊണ്ടാണ് കൊറോള സൈഗോമോർഫിക് ആയത്? നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ബൈലേബിയേറ്റ് ആയിട്ടുള്ള ഒരു കൊറോള കണ്ടിരുന്നു അല്ലേ? എവിടെയാ ബൈലേബിയേറ്റ് കൊറോള കാണുന്നത്? അപ്പർ പോർഷനിൽ ഈ 2 പെറ്റൽസും ദെൻ ലോവർ പോർഷനിൽ 3 പെറ്റൽസും. സോ കൊറോള ബൈലേബിയേറ്റ് ആയത് ഒരു കാരണമാണ് ഫ്ലവർ സൈഗോമോർഫിക് ആവാൻ. വേറെയുണ്ട് കാരണങ്ങൾ. യൂഷ്വലി ബൈലേബിയേറ്റ് കൊറോളയിൽ അപ്പർ ലിപ്പിൽ 2 പെറ്റൽസും ലോവർ ലിപ്പിൽ 3 പെറ്റൽസും ആണ് ഉണ്ടാവാറ്. ബട്ട് ഇൻ ഓസിമം അപ്പർ ലിപ്പ് കൺസിസ്റ്റ്സ് ഓഫ് 4 petals and lower lip consists of 1 petal. And corolla is actinomorphic in mentha. നമ്മളെ മിൻറ്റിൽ കൊറോള ആക്ടിനോമോർഫിക്ക. ബാക്കി മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സിനും കൊറോള സൈഗോമോർഫിക് ആണ്. സോ മെന്തൻ്റെ ഫ്ലവർ ആക്ടിനോമോർഫിക് ആവാൻ കാരണം എന്താ? അതിൻ്റെ കൊറോള ബൈലേബിയേറ്റ് അല്ല. ല്യൂക്കാസ് ആസ്പെറിൻ്റെ സ്റ്റേമെൻസ് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. സ്റ്റേമെൻസിൻ്റെ നമ്പർ 4 ആയിരുന്നു. ഫ്രീ ആൻഡ് എപ്പിപെറ്റാലസ് ആണ് ആൻഡ് ഡൈഡിനമസ് ആ. 2 pairs ഓഫ് സ്റ്റേമെൻസ് ഉള്ളതിൽ 1 pair ഷോർട്ടും 1 pair ലോങ്ങും ആണ്. ആൻഡ് ആൻറ്റീരിയർ പെയർ ഓഫ് സ്റ്റേമെൻസ് ഹാവ് ലോങ് ഫിലമെൻറ്റ്. സോ ഡൈഡിനമസ് സ്റ്റേമെൻറ്റിൽ വലിയ ഫിലമെൻറ്റ്സ് ഉള്ളത് ആൻറ്റീരിയർ പെയറിനും ചെറിയ ഫിലമെൻറ്റ്സ് ഉള്ളത് പോസ്റ്റീരിയർ പെയറിനുമാണ്. ഇൻ സാൽവിയ ഓൺലി 2 stamens ആർ പ്രസൻറ്റ്. സാൽവിയയിൽ പക്ഷേ 2 സ്റ്റേമെൻസേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഗൈനീഷ്യം. ബൈകാർപ്പലേറ്റയിൽ വരുന്നതുകൊണ്ട് തന്നെ ബൈകാർപ്പലറി ആയിരിക്കും. ദെൻ സിൻകാർപ്പസ് ബൈലോക്യുലാർ ബിക്കമിങ് ടെട്രാലോക്യുലാർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സെപ്റ്റം. സുപ്പീരിയർ ഓവറി വിത്ത് ഈച്ച് ലോക്യൂൾ ഹാവിങ് എ സിംഗിൾ ഓവ്യൂൾ ഓൺ ആക്സൈൽ പ്ലാസൻറ്റ. ഞാൻ നിങ്ങൾക്ക് ല്യൂക്കാസിൻ്റെ ഓവറി കൃത്യമായിട്ട് കാണിച്ചു തന്നിരുന്നു അല്ലേ? നമുക്ക് 4 ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷെ അത് ബൈകാർപ്പലറി ബൈലോക്യുലാർ ആണ്. അത് നമുക്ക് ടെട്രാലോക്യുലാർ പോലെ ഫീൽ ചെയ്യാൻ കാരണം ഫോർമേഷൻ ഓഫ് എ സെപ്റ്റം, അല്ലെങ്കിൽ 2 കാർപ്പൽസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സെപ്റ്റം ഫോർമേഷൻ നടക്കുന്നതുകൊണ്ടാണ്. ലാമിയേസി ഫാമിലീൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് ഗൈനോബേസിക് സ്റ്റൈൽ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ഫാമിലി ലാമിയേസി. എന്താ ഗൈനോബേസിക് സ്റ്റൈൽ? സ്റ്റൈൽ അറൈസിങ് ഫ്രം ബേസ് ഓഫ് ദി കാർപ്പൽ ഓർ ബേസ് ഓഫ് ദി ഓവറി. സ്റ്റൈല് ഓവറിൻ്റെ ബേസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറയുക. അപ്പം നമ്മൾ ഇത്രയും കാലം കണ്ട സ്റ്റൈൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓവറിക്ക് മുകളിൽ നിന്നാണ്. ഓവറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് സ്റ്റൈലിനെ കാണാറില്ല. ഓവറിൻ്റെ മുകളിൽ നിന്നാണ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ലാമിയേസിയിൽ ഓവറിൻ്റെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓവറിയിലൂടെ പാസ് ചെയ്തിട്ടാണ് സ്റ്റൈൽ പുറത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബൈകാർപ്പലറി ബൈലോക്യുലാർ നമുക്ക് ടെട്രാലോക്യുലാർ പോലെ ഫീൽ ചെയ്യുന്നത്. എ ഹൈപ്പോഗൈനസ് നെക്ടർ സെക്രീറ്റിംഗ് ഡിസ്ക് ഈസ് ഓൾസോ പ്രസൻറ്റ്. സ്റ്റൈൽ സിംഗിൾ ആൻഡ് സ്റ്റിഗ്മ ബൈഫീൽഡ്. ഇതൊക്കെയാണ് ഗൈനോബേസിക് സ്റ്റൈൽസിന് എക്സാമ്പിൾ. ഇതിൽ നമുക്ക് 4 ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇതിനും 4 ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ഇതിലേക്ക് നോക്കുക, ഇതാണ് ഒരു കാർപ്പൽ, ദെൻ അടുത്ത കാർപ്പൽ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ സ്റ്റൈൽ ഫോം ചെയ്യുന്നത് ഇങ്ങനെ മുകളിലേക്കാണ്. അതുകൊണ്ട് നമുക്കിത് 4 ആയിട്ട് ഫീൽ ചെയ്യാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് 4 ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് ബൈകാർപ്പലറി. ദെൻ ഫ്രൂട്ട് സിംഗിൾ സീഡഡ് ഷൈസോകാർപ്പിക് നട്ട്ലെറ്റ്സ്. ആ ഒരു ല്യൂക്കാസിൻ്റെ പെർസിസ്റ്റൻറ്റ് സ്റ്റൈലിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ട ചെറിയ സ്ട്രക്ചേഴ്സ്, അതാണ് ഷൈസോകാർപ്പിക് നട്ട്ലെറ്റ്സ് ആൻഡ് ദേ ആർ സിംഗിൾ സീഡഡ്. ഫാമിലിൻ്റെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ ഹെർബ്സ് ഓർ അണ്ടർ ഷ്രബ്സ് ആണ്. സ്റ്റെം ക്വാഡ്രാങ്കുലാർ, പ്ലാന്റ് പാർട്സ് ഹെയറി ആൻഡ് aromatic, leaves simple, opposite accusate and exstipulate, then inflorescence verticillaster or thyrsus. Flowers bisexual, hypogynous, zygomorphic and often bilabiate. So zygomorphic ആവാൻ കാരണം bilabiate കൊറോളയും ഡൈഡിനമസ് സ്റ്റേമൻസും ആണ്. Sepals 5, gamosepalous, persistent, sometimes bilabiate and tubular. Petals 5, gamopetalous and bilabiate.
Stamens usually 4, epipetalous and didynamus. Gynoecium bicarpellary, bilocular, sometimes tetralocular due to the formation of a septum. Syncarpous and superior with axile placentation. Presence of gynobasic style and fruits, a schizocarpic nutlet. Thank you.